ലളിതം ഗണിതം ലളിതമീ ഗണിതം. നമസ്കാരം മിടുക്കികളെ, മിടുക്കന്മാരെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? ഞാൻ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കാം. 10,000 divided by 4. സിന്ധു? 2,000? നോ. അരുൺ? 3,000? നോ. ഇവിടെ ആരാനി? രശ്മി? 2,500. 2,500 ആണ് കറക്റ്റ് ആൻസർ. പക്ഷേ രശ്മിക്ക് കുറച്ച് സമയം കിട്ടി ആലോചിക്കാൻ. ഇങ്ങനത്തെ പെട്ടെന്ന് പറയുന്ന ചോദ്യങ്ങളെല്ലാം ഒട്ടും സമയമെടുക്കാണ്ട് പെട്ടെന്ന് നമ്മൾ ഓരോ ഷോർട്ട് കട്ട്. ഒന്ന് പ്രാക്ടീസ്, നമ്മളിങ്ങനെ മെൻ്റലി പ്രാക്ടീസ് ചെയ്യണം. ക്ലാസ്സിലത്തെ കണക്കോ മാഷ് പറഞ്ഞ തരുന്ന കണക്കോ അല്ലാതെ വെറുതെ ഇങ്ങനെ സമയം പോകാണ്ടിരിക്കുമ്പോൾ 250 divided by 2 എത്രയാണ് കണ്ടുപിടിക്കുക, ശരിയല്ലേ നോക്കുക. 500 into 20 എത്രയായിരിക്കും? അങ്ങനെ ഓരോ മനസ്സിൽ ഓരോ കണക്കുകൾ പറഞ്ഞ് അത് പ്രാക്ടീസ് ചെയ്യണം. അതൊരു കാര്യം. വേറൊന്ന്, ചില ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 20 divided by 4 എന്നായിരിക്കുക. ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അപ്പോൾ 10 കിട്ടി. പിന്നെ ഒന്നും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടി. 5 ആണ് ആൻസർ അല്ലേ? അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ 2 പ്രാവശ്യം അതിൻ്റെ ഹാഫ് കണ്ടാൽ മതി. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. എങ്ങനെ? 10,000 divided by 4. 10,000 ഒരു തവണ ഡിവൈഡ് ചെയ്യുമ്പോൾ 5,000 കിട്ടി. 5,000 ഒന്നുകൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 2,500 കിട്ടി അല്ലേ? ഇങ്ങനെ നമ്മൾ മെൻ്റലി കുറേ ട്രിക്കുകൾ ഇങ്ങനെ നമുക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാം, കുറേ ട്രിക്ക് അല്ലേ? അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നും ഉഷാറായില്ല എല്ലാവരും? ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ഇന്നത്തെ ക്ലാസ്? CBSE മാത്സ് 7th ക്ലാസ്സിലെ Chapter 5 ലൈൻസ് ആൻഡ് ആംഗിൾസിൻ്റെ Part 4 ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പെട്ടെന്ന് പോയേക്കാം, വരും. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ആംഗിൾസിൻ്റെ, അതായത് ട്രാൻസ്വേഴ്സൽ കൊണ്ടുണ്ടാകുന്ന ആംഗിൾസിനെ കുറിച്ച് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ട്രാൻസ്വേഴ്സൽ എന്താണെന്ന് അല്ലേ? 2 ലൈൻ വരച്ച് അതിനെ ക്രോസായിട്ട് ഒരു വേറെ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ ലൈനിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. 2 ലൈൻ ഓൾറെഡി അവിടെ ഉണ്ടാവണം. മൂന്നാമത്തെ ലൈൻ ആ 2 ലൈനിനെയും വ്യത്യസ്തമായുള്ള പോയിൻറ്റ്സിൽ കട്ട് ചെയ്തിട്ട് പോകുന്നു. അതിനാണ് നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സൽ ഉണ്ടെങ്കിൽ കുറേ ആംഗിൾസ് ഫോം ആവും. കുറേ നല്ല കൃത്യമായിട്ട് പറഞ്ഞാൽ 8 ആംഗിൾസ് ഫോം ആവും. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു ട്രാൻസ്വേഴ്സൽ വരയ്ക്കാം. ഇതാ ഇങ്ങനൊരു ലൈൻ പോകണോ, ഇങ്ങനൊരു ലൈൻ പോകണോ? ഓക്കെ, ഇത് പാരലൽ ആവണമെന്നില്ല കേട്ടോ ട്രാൻസ്വേഴ്സലിന് എനി 2 ലൈൻസ് ഏതായാലും കുഴപ്പമില്ല. ഈ 2 ലൈനിനെ 2 ഡിഫറെൻറ്റ് പോയിൻറ്റിൽ കട്ട് ചെയ്തിട്ട് ഒരു വേറെ ലൈൻ വരയ്ക്കണം എന്ന് മാത്രം. ആ മൂന്നാമത്തെ ലൈനിനെ നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയും. അപ്പോൾ ഇത് ഈ ലൈനിൻ്റെ പേര് AB എന്നാണെങ്കിൽ AB, ഇത് CD, മൂന്നാമത്തെ EF, ABCD, ഇങ്ങനെ 2 ലൈൻ. പാരലലാവണമെന്നില്ല കേട്ടോ, എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. ഈ 2 ലൈനിനെയും ലൈൻ ABയെയും ലൈൻ CDയെയും കട്ട് ചെയ്തുകൊണ്ട് മൂന്നാമതൊരു ലൈൻ EF എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നത് 2 ഡിഫറെൻറ്റ് പോയിന്റിൽ. ഇവിടെ O എന്ന് പറഞ്ഞ പോയിന്റിൽ കട്ട് ചെയ്തു, ഇവിടെ P എന്ന് പറഞ്ഞ പോയിന്റിൽ കട്ട് ചെയ്തായിരിക്കും. ഈ 2 ഡിഫറെൻറ്റ് പോയിന്റിൽ കട്ട് ചെയ്തിട്ട് പോകുന്നു. ഇതിനെ നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ട്രാൻസ്വേഴ്സൽ നമ്മൾ വരച്ചപ്പോൾ എത്ര ആംഗിൾ ഫോം ആയി? 1. ഇതൊരു ആംഗിൾ അല്ലേ? ഇത് രണ്ടാമത്തെ, മൂന്നാമത്തെ. 1 2 3 4 5 6 7 8 ആംഗിൾസ് ഫോം ആയി ഇല്ലേ? സംശയമില്ലല്ലോ. അപ്പോൾ ഈ 8 ആംഗിൾസ് നമുക്ക് പേരിടാം. ഇതിനെ 1 എന്ന് പേരിടാം, ഇത് 2 ഈ ആംഗിളിന്, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6, ഇത് 7, ഇത് 8. 1 2 3 4 5 6 7 8 ആംഗിൾസ് ഫോം ചെയ്തു ഉണ്ടോ? ഇനി ഈ ആംഗിൾസിനൊക്കെ ഓരോ പേരിട്ടിട്ടുണ്ട്. ഈ 8 ആംഗിൾസിനും ഓരോ പേരിട്ടിട്ടുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഈ 8 ആംഗിൾസിൽ നമുക്ക് ആദ്യം ഇൻറ്റീരിയർ ആംഗിൾസ് എന്താണെന്ന് നോക്കാം. ഇൻറ്റീരിയർ ആംഗിൾസ്, ആ വേർഡിൽ നിന്ന് തന്നെ നമ്മൾ പിടിക്കണം. എന്താണ് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ? ഇൻസൈഡിലുള്ളത് അല്ലേ?
ഇതിൽ ഏതാ ഇൻസൈഡ് ഏതാ ഔട്ട് സൈഡ് നമുക്ക് തൽക്കാലം ഇങ്ങനെ തീരുമാനിക്കാം. ഇത് ആദ്യത്തെ 2 ലൈൻ ഉണ്ടല്ലോ, ലൈൻ AB, ലൈൻ CD, അതിൻ്റെ ഉള്ളിൽ കിടക്കണേ നമ്മൾ ഇൻറ്റീരിയർ എന്ന് പറയാം, അതിൻ്റെ പുറത്ത് കിടക്കണ എക്സ്റ്റീരിയർ എന്ന് പറയാം. അപ്പോൾ ഇൻറ്റീരിയർ ആംഗിൾസ് എന്തൊക്കെയാണ്? ഈസി അല്ലേ? അങ്ങനെ ഒരു ഡെഫിനേഷൻ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ 2 ലൈനിൻ്റെയും ഉള്ളിൽ ഇൻസൈഡിൽ കിടക്കുന്നത് ഇൻറ്റീരിയർ. ആ 4 ആംഗിൾ ഉണ്ട് നോക്കൂ. 3 ഈ 2 ലൈനിൻ്റെ ഉള്ളിലല്ലേ, 4 ഉള്ളിലല്ലേ, 5 ഉള്ളിലല്ലേ, 6 ഉള്ളിൽ. അപ്പോൾ ആംഗിൾ 3, ആംഗിൾ 4, ആംഗിൾ 5, ആംഗിൾ 6, ഇത് 4ഉം നമ്മൾ എന്ത് പറയും? ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയും. ക്ലിയർ അല്ലേ? അടുത്ത എന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഈ 2 ലൈനിൻ്റെയും ഉള്ളിലല്ലാതെ പുറത്ത് കിടക്കുന്ന ആംഗിൾ. അതെന്താണ്? 1 പുറത്തല്ലേ, 2 പുറത്തല്ലേ, 7 പുറത്തല്ലേ, 8 പുറത്തല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയും. 2 ലൈനിൻ്റെ ഉള്ളിൽ കിടക്കുന്നതിന് ഇൻറ്റീരിയർ ആംഗിൾ, ഈ 2 ലൈനിൻ്റെയും പുറത്ത് കിടക്കുന്നത് അതിനെ നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയും. വളരെ സിമ്പിളാണ്. ഇനി അടുത്തതാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഒരു പെയർ ആയിട്ടുണ്ട്, 2 ആംഗിൾ ചേർന്നിട്ടാണ് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയാം. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഒരേ പൊസിഷനിൽ നിൽക്കുന്ന ആംഗിൾ. ഇപ്പോൾ നോക്കൂ, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതാ 1ഉം 5ഉം 2ൻ്റെയും നോക്കൂ, ഇങ്ങനെ നോക്കണം. ട്രാൻസ്വേഴ്സലിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് 2ഉം കിടക്കുന്നത്. 2ഉം ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ലൈനിൻ്റെ മുകൾ ഭാഗത്താണ് 2 ഉള്ളത്, അല്ലേ? നോക്കൂ, 1 മുകളിലാണ്, 5 മുകളിലാണ്. അപ്പോൾ 1നെയും 5നെയും ഒരു കറസ്പോണ്ടിങ് ആംഗിൾസ് നമ്മൾ പറയും. അതേമാതിരി 2ഉം 6 നോക്കൂ, 2ഉം ഈ റൈറ്റ് സൈഡിലാണ്, അതേസമയം മുകളിലുണ്ട്. കണ്ട ഒരേമാതിരി ഇരിക്കുന്നില്ലേ, ഒരേ പൊസിഷനിൽ. ഇതിൻ്റെ ഈ ഒരു ആംഗിളിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഈ ഒരു ആംഗിളിൻ്റെ മുകളിൽ. അപ്പോൾ 2ഉം 6ഉം വേറൊരു കറസ്പോണ്ടിങ് ആംഗിൾ. ഇനി ഇങ്ങനെ എടുക്കാം, ഈ മുകളിൽ തന്നെ വേണമെന്നില്ല. 3ഉം 7ഉം നോക്കൂ, ഒരേമാതിരി ഇല്ലേ? ആ ലൈനിൻ്റെ താഴെ, ഈ ലൈനിൻ്റെ താഴെ, ട്രാൻസ്വേഴ്സലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, ട്രാൻസ്വേഴ്സലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ 3ഉം 7ഉം നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയും. അപ്പോൾ നമ്മളിതിനെ പേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ എന്നാണ് പറയുക. ഇനി ഈ സൈഡിലുണ്ട് അതുമാതിരി നോക്കൂ, 4ഉം 8ഉം ഒരേമാതിരി അല്ലേ? 4ഉം ഈ ലൈനിൻ്റെ അടിയിലാണ് കിടക്കുന്നത്, 8ഉം ഈ ലൈനിൻ്റെ അടിയിൽ കിടക്കണം. 4ഉം ട്രാൻസ്വേഴ്സലിൻ്റെ റൈറ്റ് സൈഡിലാണ്, 8ഉം ട്രാൻസ്വേഴ്സലിൻ്റെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഈ 4ഉം 8നും നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയും. അതേമാതിരി 2ഉം 6ഉം ഉണ്ട്, 2 മുകളിൽ ഇതിൻ്റെ റൈറ്റിൽ 2, 6 കറസ്പോണ്ടിങ് ആംഗിൾ. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ഇപ്പോൾ 4ൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഉടനെ എന്താ ആലോചിക്കുക? ഇതിൻ്റെ താഴത്തല്ല, അപ്പോൾ താഴത്ത് എടുക്കണം 8, 4ഉം താഴത്ത്, 8ഉം താഴത്ത്. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ആംഗിളായിട്ട് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യരുത്. ഇവിടെ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ ലൈനിൻ്റെ താഴത്തോ മുകളിലോ ട്രാൻസ്വേഴ്സിൻ്റെ ലെഫ്റ്റോ റൈറ്റോ, ഈ 2 കാര്യങ്ങൾ നോക്കാൻ പാടുള്ളൂ. പിന്നെ വേറൊരു ഡെഫിനിഷൻ പറയുന്നതാണ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. നോക്കൂ, 3ഉം 5ഉം 2ഉം ഇൻറ്റീരിയർ ആംഗിളാണ്. അപ്പോൾ നമുക്ക് മറ്റേത് പറഞ്ഞു, ഈ കറസ്പോണ്ടിങ് ആംഗിളായിട്ട് ആലോചിക്കരുത്. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ 2 ലൈനിൻ്റെയും ഉള്ളിൽ കിടക്കുന്ന ആംഗിളിനെ നമ്മൾ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നു. ഈ 2 ലൈനിൻ്റെയും പുറമെ കിടക്കുന്ന ആംഗിളിനെ 1, അതായത് 1, 2, 7, 8 അതിന് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. ഈ നമ്മളിപ്പോൾ പറയുന്നത് എന്താണ്? ഇൻറ്റീരിയർ ആംഗിൾ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കിക്കോളൂ. 3ഉം 5ഉം 2ഉം ഇൻറ്റീരിയർ ആംഗിളാണ് അല്ലേ? അതിൻ്റെ പേര് പ്രത്യേകത എന്താണ്? ഈ ട്രാൻസ്വേഴ്സലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ്. അപ്പോൾ 3ഉം 5ഉം നമ്മളെന്ത് പറയും? ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. അതേമാതിരി വേറെ 2 ഈ 4ഉം 6ഉം അതും ഇൻറ്റീരിയർ ആംഗിളാണ്. 4ഉം 6നും നമ്മളെന്ത് പറയും? അതും ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. 3ഉം 5ഉം ട്രാൻസ്വേഴ്സലിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ 4ഉം 6ഉം ട്രാൻസ്വേഴ്സലിൻ്റെ റൈറ്റ് സൈഡിലാണ്. ഇത്രയും പറ്റും. ഈ 2 പെയറിനെ നമ്മൾ ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ എന്ന് പറയും. ഇനി വേറൊരു ടേം ഉപയോഗിക്കുന്നതാണ് ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്, അതുമാതിരി ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ. ഇൻറ്റീരിയർ ആംഗിളിൽ ഈ 4 എണ്ണമാണല്ലോ, അതിൽ നമ്മൾ പറയുന്നത് ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇപ്പുറത്താണെങ്കിൽ ഒന്ന് മറ്റേ സൈഡിലാണ് ആൾട്ടർനേറ്റ് കേട്ടോ.
ട്രാൻസ്വേഴ്സിൻ്റെ ലെഫ്റ്റിൽ ഒരു 3 ഇൻറ്റീരിയർ ആംഗിൾ കിട്ടി, ട്രാൻസ്വേഴ്സിൻ്റെ റൈറ്റിൽ 6 കണ്ടോ. ഇത് ഇപ്പോൾ 3യും 6നും നമ്മൾ ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയും. അതേമാതിരി 4ഉം 5ഉം 4 ഈ സൈഡിലാണ് 5 ഈ സൈഡിൽ, അതിനാണ് നമ്മൾ ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. അതേമാതിരി ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസും ഉണ്ട്. എന്താ നോക്കാം. അപ്പോൾ നോക്കൂ, 2, 7 രണ്ടും എക്സ്റ്റീരിയർ ആംഗിളാണ്. ഒന്ന് ഈ സൈഡിലാണെങ്കിൽ മറ്റത് ഈ സൈഡിൽ. അപ്പോൾ ഈ 2നും 7നും നമ്മൾ ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയും. അതേമാതിരി ഇനിയൊരു പെയറും ഉണ്ട് ആൾട്ടർനേറ്റ്. എന്താണ്? 1 എക്സ്റ്റീരിയർ ആംഗിളാണ്, 8 എക്സ്റ്റീരിയർ ആംഗിളാണ്. അപ്പോൾ 1 ലെഫ്റ്റ് സൈഡിൽ, 8 റൈറ്റ് സൈഡിൽ. അപ്പോൾ 1ഉം 8ഉം ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ, 2ഉം 7ഉം അതും ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേറൊരു ഇത് കൂടി നോക്കാം. കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ എന്താണ് പ്രത്യേകത? ഇപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണ്? ആംഗിൾ 1ഉം ആംഗിൾ 5ഉം കറസ്പോണ്ടിങ് ആംഗിൾ അല്ലേ? ഇതാ ആംഗിൾ 1 എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരിക? ഇതൊന്ന്, ഇത് രണ്ടാമത്തെ. 1 എന്ന് പറഞ്ഞാൽ ഇത്, 5 എന്ന് പറഞ്ഞാൽ ഇത്. അപ്പോൾ 1ഉം 5ഉം കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഇതിനെന്താ പ്രത്യേകത? ഡിഫറൻറ്റ് വെർട്ടിസസ് ആവും. 1ൻ്റെ വെർട്ടിസ് ഇവിടെയാണ്, 5ൻ്റെ വെർട്ടിസ് ഇവിടെയാണ്. പക്ഷേ അതേസമയം ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് രണ്ടും ട്രാൻസ്വേഴ്സലിൻ്റെ ഒരേ സൈഡിലാവും. റൈറ്റ്, ഒന്ന് റൈറ്റിൽ ഒന്ന് ലെഫ്റ്റ്, അങ്ങനെ വരില്ല. കറസ്പോണ്ടിങ് ആംഗിൾസ് എപ്പോഴും ഇപ്പോൾ ഈ ട്രാൻസ്വേഴ്സലിൻ്റെ EF എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സലിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ആംഗിൾ 1ഉം ആംഗിൾ 5ഉം വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിളാണ്. ഡിഫറൻറ്റ് വെർട്ടിസസ് ആവും കേട്ടോ, പക്ഷേ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ആവും. ആംഗിൾ 1 ലെഫ്റ്റ് സൈഡിൽ, ആംഗിൾ 5ഉം ലെഫ്റ്റ് സൈഡിൽ. പിന്നെന്താ പ്രത്യേകത? എബോവ്, ബിലോ, റൈറ്റ്, ലെഫ്റ്റ്. ഇത് രണ്ടും ഈക്വലായിട്ട് വരണം. നോക്കൂ, ഇപ്പോൾ ഇത് രണ്ടും എബോവ് ആണ് അല്ലേ? ഈ ലൈനിൻ്റെ എബോവ് ആണ് 5, ഈ ലൈനിൻ്റെ എബോവ് ആണ് 1. അത് വേറൊരു പ്രത്യേകതയാണ്. ഒന്ന് എബോവ് ആണെങ്കിൽ മറ്റേതും എബോവ് ആയിരിക്കും. അതേമാതിരി ട്രാൻസ്വേഴ്സലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 1, 5ഉം ലെഫ്റ്റ് സൈഡിൽ. ഇതൊക്കെയാണ് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾ ആണോ നോക്കണമെങ്കിൽ പ്രത്യേകതകൾ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. അതായത് ഇപ്പോൾ നോക്കൂ, 3യും 7ഉം ആംഗിൾ 3യും ആംഗിൾ 7ഉം കറസ്പോണ്ടിങ് ആംഗിൾസാണ്. അപ്പോൾ നോക്കി നോക്കൂ, 3 ഈ ABയുടെ താഴത്താണ് കിടക്കുന്നത് അല്ലേ? അതുപോലെ 7ഉം CD-യുടെ താഴത്താണ് കിടക്കണത് കേട്ടോ. ഈ ലൈനിൻ്റെ താഴത്ത്, ഈ ലൈനിൻ്റെ താഴത്ത്. പിന്നെന്താണ്? ട്രാൻസ്വേഴ്സിൽ ഇങ്ങനെ പോകുന്നു. ട്രാൻസ്വേഴ്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 3 കിടക്കുന്നു, ട്രാൻസ്വേഴ്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 7ഉം കിടക്കുന്നു. ഇപ്പം ഇപ്പുറത്ത് നോക്കി നോക്കാം. 2ഉം 6ഉം കറസ്പോണ്ടിങ് ആണ്. അതെങ്ങനെയാണ്? എന്തെങ്കിലും ആദ്യം നോക്കാം. ട്രാൻസ്വേഴ്സലിൻ്റെ ഈ സൈഡിൽ നോക്കാം. ട്രാൻസ്വേഴ്സലിൻ്റെ റൈറ്റ് സൈഡിൽ 2 കിടക്കുന്നു, ട്രാൻസ്വേഴ്സലിൻ്റെ റൈറ്റ് സൈഡിൽ 6 കിടക്കുന്നു. പിന്നെ എബോവ് ഓർ ബിലോ എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഈ ABയുടെ എബോവ് ആണ് കിടക്കുന്നത് 2, ഇവിടെ CD-യുടെ എബോവ് ആണ് 6. ഇത് രണ്ടും നോക്കിയാൽ മതി. ട്രാൻസ്വേഴ്സലിൻ്റെ ഒരേ സൈഡിലാണോ? ഒരെണ്ണം ബിലോ ആണെങ്കിൽ മറ്റേതും ബിലോ ആവണം. ഏത്? ഈ ലൈനിൻ്റെ ബിലോ, ഈ ലൈനിൻ്റെ ബിലോ. ഇങ്ങനെ നോക്കിയ കാര്യം സിമ്പിളല്ലേ? ഇനി അതേമാതിരി ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. അതെന്താണ്? ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലൈനിൻ്റെയും നടുവിൽ വരും അല്ലേ? ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലെഫ്റ്റ് സൈഡ് ട്രാൻസ്വേഴ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ മറ്റേത് റൈറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് 3യും 6ഉം കേട്ടോ. ഈ രണ്ട് ലൈനിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഉടനടി നമുക്ക് മനസ്സിലായി ഈ രണ്ട് ലൈനിൻ്റെ ഉള്ളിൽ പെടുന്ന 1, 2, 3 3യും 4ഉം 5ഉം 6ഉം ഇൻറ്റീരിയർ ആംഗിൾസ്. ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഇൻറ്റീരിയർ ആംഗിൾസ് രണ്ടും ഒരു ട്രാൻസ്വേഴ്സലിൻ്റെ രണ്ട് സൈഡിലായിട്ട് കിടക്കണം. ഒന്നില്ലെങ്കിൽ ഒരെണ്ണം ട്രാൻസ്വേഴ്സലിൻ്റെ ലെഫ്റ്റ് ആണെങ്കിൽ മറ്റേത് ട്രാൻസ്വേഴ്സലിൻ്റെ റൈറ്റ്. അപ്പോൾ ആംഗിൾ 3, ആംഗിൾ 6 ഇത് രണ്ടും ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അതേമാതിരി ആംഗിൾ 4ഉം ആംഗിൾ 5ഉം ഇത് രണ്ടും ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പോൾ ലളിതം ഗണിതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഏതെങ്കിലും കൂട്ടുകാരോട് ഈ ക്ലാസ്സിനെ കുറിച്ച് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറയുക, അവരെ കൊണ്ടുകൂടി സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ബൈ.